അസ്സാം വലൈക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതിലൊന്ന്, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ ഇസെക്സിൻ്റെ സെക്കൻഡ് എഡിഷൻ നടന്നു. പോസ്റ്ററുകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പുകളിലൂടെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മക്കളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഒന്ന് ഞാൻ അത്ഭുതപ്പെട്ടത്. അഥവാ നമ്മുടെ ഈ ഇസെക്സ് പ്രോഗ്രാം തുടങ്ങിയിട്ട് രണ്ടാമത്തെ എഡിഷൻ ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നമ്മുടെ സ്ഥാപനത്തിൻ്റെ 30-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകിയത്. അത് ഒരു വർഷം പിന്നിട്ടപ്പോഴേക്ക് തന്നെ നാം അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്തോ അത് വിദ്യാർത്ഥികളിലേക്ക് എത്തി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാധാരണ ഒരു പ്രോഗ്രാം തുടങ്ങി സമയമെടുക്കാറുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ സമയത്തിനുള്ള അഥവാ ഒരു എഡിഷൻ പൂർത്തിയായപ്പോഴേക്ക് പരിപൂർണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും നാം ആഗ്രഹിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷവും അത്ഭുതവും ജനിപ്പിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, മറ്റൊന്ന്, ഇതിനോട് അനുബന്ധിയായിട്ട് തന്നെ നടന്നൊരു പ്രോഗ്രാമാണ് ഫേസ് എക്സ്. ഇതേ കാറ്റഗറിയിൽ നടന്നൊരു പ്രോഗ്രാമാണ്. അഥവാ വേൾഡിലെ ആദ്യത്തെ സ്റ്റുഡൻസ് ടോക്ക് ഷോ ആണ്. കേരളത്തിൽ നിന്ന് വിവിധ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അതിൽ 3 വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് സെലക്റ്റായി പങ്കെടുത്തു. പൊതുവിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് ഒരു സ്കൂളിൽ നിന്നും 3 വിദ്യാർത്ഥികളും പങ്കെടുത്തിട്ടില്ല. 1-2 സ്കൂളുകളിൽ നിന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും ഈ ഒരു ഇസെക്സിന്റെ ഇമ്പാക്റ്റ് ആണ്. ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞത്. 2 കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ടും ആശ്ചര്യത്തോടു കൂടെയും കാണുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മറ്റൊരു ഇതേ രൂപത്തിലുള്ള ഒരു അവസരവും കൂടെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രം നിങ്ങളോട് പങ്കുവെക്കുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധിയായിട്ട് പ്രത്യേകിച്ച് ഇസെക്സിന്റെ മുഴുവൻ സമയങ്ങളിലും അതിൻ്റെ ട്രെയിനിങ്ങിലും അഥവാ ടെക്നിക്കൽ ട്രെയിനിങ്ങിലും മറ്റു ടെക്നിക്കൽ ഒബ്സർവേഷനിലൊക്കെ ഭാഗമായിരുന്ന നമ്മുടെ ഷിജു സാറുണ്ട്. കൂടെ നമ്മുടെ നജുമുദ്ദീൻ ഉസ്താദാണ് ഈ ഒരു അക്കാഡമിക് വർഷത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ 2 പേരെ കൂടി നമുക്ക് വിളിച്ച് അവരോട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ ഒരു സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഓഫീസിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ, ഷിജു സാർ ഓർ നജ്മുദ്ദീൻ ഉസ്താദ്, 2 പേരും അവിടെ ഉണ്ടോ? എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു ചെറിയൊരു ആവശ്യമുണ്ട് നിങ്ങളോടായിട്ട്. നിങ്ങളൊന്ന് എൻ്റെ ഓഫീസിൽ വരിക. ശരി. നമ്മുടെ 2 അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷിജു സാറും അതുപോലെ തന്നെ നജുമുദ്ദീൻ ഇർഫാൻ ഉസ്താദ്, 2 പേരെയും വെൽക്കം ചെയ്യാണ്. വിഷയം നിങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയാണ്. ഇപ്പോൾ നമ്മുടെ ഇസെക്സ് കഴിഞ്ഞു. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഫ്ലൈ ഹൈ ലേണിംഗ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് എഡിഷൻ. അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ധാരണ നമ്മുടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നൽകാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അവർക്ക് ധാരണ ഉണ്ടാവും, കാരണം നമ്മൾ കഴിഞ്ഞ നവംബർ 27 IAS അബൂബക്കർ സിദ്ദീഖ് സാറാണ് ഉദ്ഘാടനം ചെയ്തത്. വിഷയം ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെ പ്രകടനമാണ് ഇസെക്സിൽ. ഞാൻ ഇടയ്ക്കാണ് അതിൽ വന്നിട്ടുള്ളത്. ഒരു പൂർണ്ണമായിട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നിങ്ങൾ ട്രെയിൻ ചെയ്യുകയും വിദ്യാർത്ഥികളെ കേൾക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ എന്താണ് ശരി സാറേ? നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിൽ രണ്ടാമത്തെ എഡിഷൻ ആയപ്പോഴേക്കും നമ്മൾ കാര്യമായിട്ട് കുറച്ച് രീതിയിൽ ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ വളരെ ഉഷാറായിട്ടാണ് നമ്മുടെ പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കിയത്. അത് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ്, നല്ല ഒരു പ്രൊഫഷണൽ ലുക്കിലാണ് പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ അവരത് അവതരിപ്പിച്ച രീതിയും അതിൻ്റെ കണ്ടന്റുകളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. കൂടുതൽ കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി ഈ വർഷം അത് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കൈകാര്യം ചെയ്തത്. ഓക്കെ, ഇത് പറയുമ്പോൾ ഇപ്പോൾ ഷിജു സാർ ടെക്നിക്കൽ സൈഡാണ് കൈകാര്യം ചെയ്തത്. ഇതിൻ്റെ ലാംഗ്വേജ് സൈഡ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ സൗമ്യ മിസ് ആണ്.
അതുപോലെ തന്നെ അവരുടെ ആ ഒരു പിന്നെ ഒരു പ്രസന്റേഷൻ രീതി മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയത് നമ്മുടെ ജാഫർ ബുഖാരിയാണ്. അപ്പം എല്ലാവരും കൂടെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരും വിളിച്ചത്. ഇൻഷാല്ല ആവശ്യമെങ്കിൽ നമുക്ക് അവരെയും വിളിച്ചിട്ട് തരും ഒരു ഫീഡ്ബാക്ക് നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പം മാത്രമല്ല ഇപ്പം എന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ഷീജു സാറോട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ അൻവർ സാറോട് തന്നെ പറഞ്ഞു നമ്മുടെ പ്രസന്റേഷൻസ് അഥവാ PPT ഒക്കെ എടുത്ത് തോട്ടിലിടാൻ തോന്നുന്നതൊക്കെ. കാരണം അത്രയും മനോഹരമായിട്ട് അതിന്റെ ഓരോ അലൈൻമെന്റ് ചെയ്തിട്ടുണ്ട് അവര്. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്, എന്നെ അത്ഭുതപ്പെടുത്തി. പിന്നെ അതുപോലെ തന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ, ടൈറ്റിൽ, കാര്യങ്ങളെല്ലാം. ഓക്കെ, ക്ലിയർ. ഞാൻ കൺക്ലൂഷനിലേക്ക് വരുന്നു. അപ്പോൾ ഏതായാലും ഇസെക്സ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പുതിയ ഒരു ഇംപ്ലിമെന്റേഷൻ ആണെങ്കിലും നമ്മുടെ സ്കൂളിലെ അനുഭവങ്ങൾ ഒരു ഗ്ലോബൽ ലീഡേഴ്സ് ആയിട്ട് കുട്ടികളെ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുകയും ആ ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്നറിഞ്ഞതിൽ അല്ലേ ഒരു നല്ലൊരു ഫീൽ വരുന്നു. പക്ഷെ ഇനി ഞാൻ നജുമുദ്ദീൻ ഇർഫാനിലേക്ക്, നിങ്ങൾ ഈ സ്കൂളിന്റെ മൊത്തത്തിലുള്ള ഒരു കോർഡിനേറ്റർ ആണല്ലോ, ഏത് ആക്ടിവിറ്റിയുടെ കോർഡിനേറ്റർ ഇപ്പോൾ ത്രൂ ഔട്ട് ഈ ഒരു അക്കാഡമിക് വർഷത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അക്കാഡമിക് വർഷത്തിലെ ആക്ടിവിറ്റിയെ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഫ്ലൈ ഹൈ ലേണിംഗ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്, അതിൻ്റെ ലേണിംഗ് ഫെസ്റ്റിവിൻ്റെ കുറച്ച് പ്രോഗ്രാമുകളുണ്ട്, അതിനെ കുറിച്ച് ഒരു ധാരണ, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ. ഓക്കെ സാർ, നമ്മളെ വിദ്യാർത്ഥികൾക്ക് ആത്മബോധവും അതുപോലെ തന്നെ അവരുടെ കഴിവിനൊത്ത് ദിശ നൽകി ആ വിദ്യാർത്ഥികളുള്ള കഴിവുകൾ, മികവുകളൊക്കെ കണ്ടെത്തി ആ വിദ്യാർത്ഥികളെ ആ രൂപത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാൻ നമ്മുടെ ഈ ഫ്ലൈ ഹൈ എന്നതുകൊണ്ട് നമുക്ക് സാധിച്ചു എന്നത് അഭിമാനത്തോടു കൂടി തന്നെ പറയാണ്. കാരണം ഫ്ലൈ ഹൈ സെക്കൻഡ് എഡിഷനിലൂടെ നമ്മുടെ ഇസത്തിൻ്റെ മുഖചിത്രം അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇസത്തിൽ വലിയ വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തെ ഇവിടുത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് വലിയ മുന്നേറ്റങ്ങൾ ഫ്ലൈ ഹൈയിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ വ്യത്യസ്തങ്ങളായ ഈ ഫ്ലൈ ഹൈയുടെ കീഴിൽ 6ഓളം പ്രോഗ്രാമുകൾ, ഇവൻറ്റുകൾ വരുന്നുണ്ട്. ഓരോ ഇവൻറ്റുകളും വ്യത്യസ്തങ്ങളായ ഇവൻറ്റുകൾ, വിദ്യാർത്ഥികളെല്ലാം സ്പർശിക്കുന്ന, അവരെ തൊട്ടറിയുന്ന പ്രോഗ്രാമുകളാണ്. പ്രത്യേകിച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ നമ്മൾ മാർച്ചിങ് ടു മാർച്ച്, അതുപോലെ തന്നെ സ്പെക്ട്രം ക്യാമ്പുകൾ, സ്മൈൽ ക്ലബ്ബ് തുടങ്ങിയ ഈ 6 പ്രോഗ്രാമുകളും ഈ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായി തീരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഈ നിമിഷം ഓർത്തു പോവുകയാണ്. ഓക്കെ, താങ്ക് യു, സന്തോഷം. അപ്പോൾ ഞാനിത് കൂടുതലൊരു വലിയ ലോങ് വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല, നമ്മളൊക്കെ തിരക്കിലുണ്ട്. അപ്പോൾ ഈ ഫ്ലൈ ഹൈൻ്റെ കുറച്ച് പ്രോഗ്രാമുകളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. ഞാൻ സൂചിപ്പിച്ചപ്പോൾ നിലവിൽ ഫ്ലൈ ഹൈ ലേണിംഗ് ഫെസ്റ്റിവൽ തുടങ്ങി അതിൻ്റെ ഏതാനും ചില പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഒന്നും കൂടെ ഓപ്പർച്യൂണിറ്റി ആവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ അതിൻ്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? നേരത്തെ നമ്മൾ ജനുവരിയിലായിരുന്നു നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫെബ്രുവരി ഒരു 15th അല്ലേ, 15th വരെ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെൻ്റെ രക്ഷിതാക്കളോട്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിച്ചേ മതിയാവും. ഇപ്പോൾ ഇന്നലെ നമ്മുടെ പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള Q3 സമ്മിറ്റ് നടന്നു. ആ Q3 സമ്മിറ്റിൽ പാരൻസ് വന്നു, വലിയ സന്തോഷം, കുട്ടികളുടെ അക്കാഡമിക് നിലവാരത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇതുപോലെ തന്നെയാണ് കുട്ടിയുടെ സ്കില്ല്. പക്ഷെ സത്യത്തിൽ ഇപ്പോൾ സ്കില്ല് മെഷർ ചെയ്യാനുള്ള ഒരു ടൂൾ ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനും ഒരു ടൂള് വേണം, പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളത് എന്തില്ല നിലവിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതുപോലുള്ള അവസരങ്ങൾ മറ്റു സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരവസരമാണ് ഇസ്സത്ത് അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഫ്ലൈ ഹൈ എന്ന് പറയുന്ന ഇവന്റിലൂടെ, പ്രോഗ്രാമിലൂടെ നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് അവർ അനുഭവിക്കുക എപ്പോഴാണ്? അവർ വളർന്നു വന്ന് അവരുടെ ഒരു ലൈഫിലേക്ക് കടക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, അതുപോലെ തന്നെ അവരുടെ ഒരു മീഡിയാസ് ലിറ്ററസി, അതുപോലെ തന്നെയുള്ള ലാംഗ്വേജ് ലിറ്ററസി, ഇതൊക്കെ 21st സെഞ്ച്വറി സ്കില്ലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ വളരെ ആവേശത്തോടു കൂടി ഈ ഒരു ഫ്ലൈ ഹൈ ലേണിംഗ് ഫെസ്റ്റിവൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആഘോഷിക്കണം, അതിൻ്റെ ഭാഗമായിട്ട് വരണം. ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കല്ല, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, കാണാം. ഇത് ഇങ്ങനെയുള്ളൊരു സീരീസ് തുടരണം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് അങ്ങനെ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോവാം. കുട്ടികൾക്ക് ഉപകാരപ്പെടാവുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് ഇനി ഇതിന്റെ ഫൈനൽ റൗണ്ട് വരാനുണ്ട്. അത് ഇതിനെക്കാട്ടിയും വളരെ ഗംഭീരമായിട്ട്
കുട്ടികൾ പ്രസന്റ് ചെയ്യലും അത് തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട ഒരു പ്രോഗ്രാം ആയിരിക്കും. നമ്മുടെ സ്കൂളിന്റെ അഭിമാനകരമായ ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും ഈ. ഡേറ്റ് നമുക്ക് പറയാല്ലേ, നമ്മള് അതെ അതെ ഏകദേശം ഒരു ഡേറ്റ് അതെ കണ്ടിട്ടുണ്ട്, നമുക്ക് പിന്നീട് ഉം. അനൗൺസ് ചെയ്യാം. അതെ ശരി. അപ്പൊ ശരിക്കും ഈ എന്താ പറയാ നമ്മുടെ ഈ പ്രസന്റേഷൻ സൈഡാണ് ഞാൻ ചെയ്തത്, കൈകാര്യം ചെയ്തത്. എന്നിരുന്നാലും അവരുടെ ആ സ്കില്ല്, അവരാ പ്രസന്റ് ചെയ്യുന്ന രീതി, അവർ ഫിയറും കൂടാതെ ആ സ്റ്റേജിലുള്ള പെർഫോമൻസ്, അതൊക്കെ ശരിക്കും ഒന്ന് കാണേണ്ട ഇത് തന്നെയായിരുന്നു. ഓക്കെ. ഞാൻ കഴിഞ്ഞ വർഷത്തെ നമ്മളെ ഫ്ലൈ ഹൈ ഫസ്റ്റ് എഡിഷനിൽ നമ്മളെ ഫേസ് എക്സിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അന്ന് പങ്കെടുത്തിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ആ പ്രോഗ്രാമിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 3 വിദ്യാർത്ഥികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഹൈസ്കൂൾ ലെവലിൽ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കുക എന്നുള്ളത് ഇസത്തിന് മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു രംഗമായിരിക്കും എന്ന് ഓർക്കുന്നു. ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലേ, നമ്മളൊരു 5 മിനിറ്റ് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിലേക്ക് എത്തിയത്. പക്ഷെ ഇതിങ്ങനെ ഈ സെക്ഷനെ കുറിച്ച് ഒരു വിശീസാർ കൂടുതൽ പറയുന്നത്, അതുപോലെ തന്നെ പിന്നെ ഇർഫാനി പറയുന്നത്, ഞാനും പറയുന്നത്. അപ്പൊ തൽക്കാലം ഇത് എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ഒരു രസത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇൻഷാ അല്ലാ, സന്തോഷം. ഇനിയും നമുക്ക് വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്തണം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.